UAE ബേസ് ചെയ്തിട്ടുള്ള മിനിസ്ട്രീൻ്റെ തന്നെ ഒരു സംഭവമാണ് അൽ അറബിയത്ത് തജ്മഅന. എൻ്റെ കുടുംബത്തിലുള്ള UAE-യിലുള്ള ആളുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അവിടെ താമസിക്കുന്ന നമ്മളെ പോലെ മലയാളികളായ അറബികളായ കുട്ടികൾക്ക് ഈ ഒരു അൽ അറബിയത്ത് തജ്മഅന പഠിപ്പിക്കൽ നിർബന്ധമാണ്. അതിന് ട്യൂഷൻ ക്ലാസ് എടുക്കാനുള്ള സംഗതികളൊക്കെ എന്നോടൊക്കെ അന്വേഷിച്ചിരുന്നു. ഇതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ലെവലുകൾ അവർ ഓരോ ലെവലിനും ഓരോ കിതാബുകളൊക്കെ വെച്ച് ഓരോ കിതാബിൽ തന്നെ വ്യത്യസ്ത ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ LSRW ബേസ് ചെയ്യുന്നുണ്ട്. LSRW ബേസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ഇതിലുള്ള ഓരോന്നിനും തുല്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഓരോ യൂണിറ്റുകളും ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടി ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്കും ആ യൂണിറ്റിലുള്ളതൊക്കെ പറയാനും പറ്റും, അത് ആര് പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, അവിടെ സ്കൂളിലുള്ള എല്ലാവരും ഇത് പഠിച്ചോളണം എന്നാണ്, അങ്ങനെ ഒരു കമ്പൾസറി ആക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ അടിപൊളി ഒരു സീരീസ് ആയിട്ട് തോന്നിയതാണ് സിൽസിലത്ത് അൽ അറബിയത്ത് ബൈന യദീക്. അൽ അറബിയ അൽ ജമിയ എന്നുള്ള ഒരു ടീമിൻ്റെ ആണ്, സൗദിയിലെ റിയാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർ അറബി ഭാഷ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ കീഴിലുള്ളൊരു കിതാബാണിത്, സിൽസിലത്തുൽ അറബിയത്ത് ബൈന യദീക്. അപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ തന്നെ 4 കിതാബുകളുണ്ട്. ഓരോ കിതാബിലും 2 ജുസുകൾ, സെയിം പാറ്റേൺ. ലിസണിങ് തുടങ്ങുന്നത് തന്നെ ഹിവാറുകളാണ്. അസ്സലാമു അലൈക്കും, കൈഫ ഹാലുക. അപ്പോൾ ഇത് അക്ഷരങ്ങൾ പഠിച്ചിട്ടല്ല ഭാഷ പഠിക്കുന്നത്, ഈ സാധനങ്ങളാണ് ആദ്യം കുട്ടികൾ പഠിക്കുന്നത്, എന്നിട്ട് പിന്നെ അക്ഷരങ്ങളിലേക്കൊക്കെ പോവുക.